തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ നവജാത ശിശു മരിച്ചു. പാലോട് സ്വദേശിനി നിരഞ്ജനയുടെ കുഞ്ഞാണ് മരിച്ചത്. ഡോക്ടറുടെ ഗുരുതര ചികിത്സാ പിഴവാണ് മരണകാരണമെന്നാരോപിച്ച് ബന്ധുക്കൾ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജ് അടിയന്തര അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. പൂർണ്ണ ഗർഭിണിയായ നിരഞ്ജനയെ ഇന്നലെയാണ് പരിശോധനകൾക്കായി ആശുപത്രിയിൽ എത്തിച്ചത്. ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ഉടൻ തന്നെ അഡ്മിറ്റ് ചെയ്തു. ഇന്ന് പുലർച്ചെ 4 മണിയോടെ ലേബർ റൂമിലേക്ക് മാറ്റിയ നിരഞ്ജനയെ ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് സിസേറിയന് വിധേയയാക്കിയത്. ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ കുഞ്ഞ് മരിച്ച വിവരം അധികൃതർ ബന്ധുക്കളെ അറിയിക്കുകയായിരുന്നു. ശ്വാസതടസ്സമാണ് മരണകാരണമെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. ഞാനല്ല ഓപ്പറേഷൻ ചെയ്തത്, ബിന്ദു സുന്ദർ പറഞ്ഞു. ഞാനല്ല ഓപ്പറേഷൻ ചെയ്തത്, ഞാനല്ല ചെയ്തതെന്ന് പറഞ്ഞു. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെയുള്ള നേഴ്സന്മാരും മയക്ക് കുത്തിക്കാമെന്ന് ഡോക്ടറിനോട് എന്താ പറഞ്ഞു. ഞാൻ ചോദിച്ചു, ബിന്ദു സുന്ദർ അല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അവരാണ് ചെയ്തത്. അപ്പോൾ ഭാര്യയോടൊപ്പം ചോദിച്ചപ്പോൾ ഭാര്യയും പറഞ്ഞു അവർ തന്നെ ചെയ്തത്. ഗൈനക്കോളജി വിഭാഗം ഡോക്ടർ ബിന്ദു സുന്ദറിനെതിരെയാണ് ബന്ധുക്കൾ പ്രധാനമായും ആരോപണം ഉന്നയിക്കുന്നത്. ഡോക്ടറുടെ അനാസ്ഥയാണ് കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെടുത്തിയതെന്ന് ആരോപിച്ച ബന്ധുക്കളും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും ആശുപത്രിക്ക് മുന്നിൽ തടിച്ചുകൂടി. ആശുപത്രി സൂപ്രണ്ടിനെയും RDOയെയും പ്രതിഷേധക്കാർ തടഞ്ഞുവെച്ചു. പരിശോധനയിൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ടാണ് ശസ്ത്രക്രിയ നടത്തിയത്. ഡോക്ടറുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയ്ക്ക് മറുപടി ലഭിക്കാതെ പിന്മാറില്ലായെന്ന് ബന്ധുക്കൾ പറയുന്നു. പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് സംഭവസ്ഥലത്തെത്തിയ RDO ജയകുമാർ പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തി. പരാതിയിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ ഡോക്ടർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. രഞ്ജന കൃഷ്ണൻ എന്ന് പറഞ്ഞ സ്ത്രീ ഇവിടെ ഡെലിവറിക്കായി വരികയും ഇന്ന് ഡെലിവറിക്കിടയിൽ കുട്ടി മരിച്ചതായിട്ടാണ് അറിയുന്നത്. ഞാൻ സൂപ്രണ്ടുമായിട്ട് സംസാരിച്ചു. ഇനി ആരെങ്കിലും ഭാഗത്തുനിന്ന് ഡോക്ടർ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിരുന്നെങ്കിൽ കർശന നടപടി ഉണ്ടാകും. റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, അത് സർക്കാരിൽ സബ്മിറ്റ് ചെയ്യും. ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ പ്രിക്കോഷൻസും ഉണ്ടാകും. ആരോപണ വിധേയായ ഡോക്ടർ ബിന്ദു സുന്ദറിനെതിരെ ചികിത്സാ പിഴവ് ആരോപണത്തിൽ മുൻപും മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി ലഭിച്ചിട്ടുണ്ട്. നിലവിൽ ആ പരാതിയിൽ DMO തല അന്വേഷണം പുരോഗമിക്കുകയാണ്. അതിനിടെയാണ് പുതിയ ആരോപണം. ജിബിൻ JB 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.